വി എസ് രഞ്ജിത്ത്, കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുന്നതിന് മുൻപ് ഒരു വാഹന പരിശോധനാ വിവാദം ഉയരുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മണ്ഡലത്തിൽ എത്രത്തോളം സജീവമായി പ്രചാരണത്തിലുണ്ട്? പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പെൻഷൻ വിവാദം, ജമാഅത്തെ ഇസ്ലാമി വിവാദം, അതിനെ തുടർന്നിപ്പോൾ ഇന്ന് രാവിലെ ഒരു പെട്ടി വിവാദം. പക്ഷേ അത് ഉച്ചയാകുമ്പോഴേക്ക് തണുത്തു പോകുന്ന മട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം പാലക്കാട് പോലെ പെട്ടി വിവാദം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും ഒക്കെ നിലമ്പൂരിൻ്റെ അതിർത്തിയിൽ വെച്ച് പരിശോധിക്കുകയും ആ പരിശോധനയ്ക്കിടയിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നൊരു സാഹചര്യം ഉണ്ടായതും ഉദ്യോഗസ്ഥർ തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് UDFന്റെ വേർഷൻ. ഷാഫി പറമ്പിലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതൊരു ആസൂത്രിത നാടകമാണ് എന്ന് സ്വരാജും അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിവാദം ഇവിടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇന്നിവിടെയുണ്ട്. 2 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അതുപോലെ പ്രിയങ്ക ഗാന്ധി നാളെ എത്തുന്നുണ്ട്. ഈ വിവാദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത മട്ടിലാണ് UDF ഇപ്പോൾ പ്രതികരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള ധാരാളം വിഷയങ്ങൾ സർക്കാരിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ വഴിതിരിച്ചു വിടാൻ വേണ്ടി ഒരു ശ്രമം എന്ന മട്ടിൽ തന്നെയാണ് UDF നേതാക്കന്മാരും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മനഃപൂർവ്വമായ ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്ന് ഇലക്ഷൻ കമ്മീഷനും സ്ഥിരീകരിക്കുന്നില്ല. ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറയുന്നത് ഈ വാഹന പരിശോധന സാധാരണഗതിയിൽ എല്ലാവരെയും നടത്തുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ CPMന്റെ മന്ത്രിമാരുൾപ്പെടെ അബ്ദുറഹിമാൻ മിനിസ്റ്ററെ ഉൾപ്പെടെ പരിശോധിച്ചു, രാധാകൃഷ്ണൻ MP പരിശോധിച്ചു. അത്തരത്തിൽ റുട്ടീനായ പരിശോധന നടക്കുന്നു. ആ പരിശോധനയ്ക്കിടയിൽ അങ്ങനെ അപമാനിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും UDFും അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. MLA ആണെന്നും MP ആണെന്നും തിരിച്ചറിഞ്ഞ ശേഷവും അവരുടെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ച് ടോർച്ച് അടിച്ചുകൊണ്ട് പരിശോധിക്കാൻ വേണ്ടി നിർബന്ധിച്ച് പുറത്തേക്ക് ഇറക്കി. അവരുടെ പെട്ടി പുറത്തേക്ക് ഇറക്കി വെച്ചു. പെട്ടി പുറത്തേക്ക് ഇറക്കി വെച്ച ശേഷം പരിശോധന പൂർത്തിയാക്കാതെ പെട്ടിയെടുത്ത് അകത്തേക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇറക്കി വെച്ച പെട്ടി പരിശോധിച്ച ശേഷം മാത്രം കയറ്റി വെച്ചാൽ മതി എന്നൊരു നിലപാട് ഷാഫി പറമ്പിൽ സ്വീകരിച്ചു. അങ്ങനെ പെട്ടി തുറന്ന് പരിശോധിച്ചു, അത് വീഡിയോ എടുപ്പിച്ചു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഗുഡ് സർവീസിന്, ഈ സർവീസിന് ഉള്ള പാരിതോഷികം കിട്ടും എന്ന രീതിയിലൊരു ഭീഷണി ഉണ്ടായത്. അത് ഭീഷണിയല്ല, അങ്ങനെ അപമാനിച്ചപ്പോഴുണ്ടായ പ്രത്യേക ഒരു ഇറിറ്റേഷൻ, അതിൻ്റെ ഒരു പ്രകോപനങ്ങളുണ്ടായ സ്വാഭാവികമായ പ്രതികരണം എന്നാണ് UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ മറുപടി. ശരി, വി എസ് രഞ്ജിത്താണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.